ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു കായ്പോളയുടെ റെസിപ്പി നോക്കാം. എങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. നാല് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് എന്നിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇതൊക്കെ കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അത് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ഒന്ന് വഴറ്റി കൊടുക്കാം. മധുരമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒന്ന് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗറൊക്കെ നമ്മുടെ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ കൂട്ടി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് 2-3 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്ററും പഴം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു പാൻ എടുത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടം ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുവരെ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം.